സീരിയലുകളിൽ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടോ? സീരിയലുകളിൽ ഇടയ്ക്ക് ചില വേഷങ്ങളൊക്കെ വന്നു, പക്ഷേ സീരിയലുകളിൽ ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്തില്ല. കാര്യം അത് പല സീരിയലുകളും, ഞാൻ ഇടയ്ക്ക് സീരിയലുകളെ കുറിച്ചൊരു അഭിപ്രായം പോലും പറഞ്ഞ ഒരാളാണ്. കാര്യം ഇപ്പോൾ വരുന്ന ചില സീരിയലുകൾ, എല്ലാമല്ല, അത് ചില സിനിമകളും ഉണ്ട്, ചില സാഹിത്യകൃതികളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഈ പഴങ്ങളിലെയും പച്ചക്കറിയിലെയും ഭക്ഷണ പദാർത്ഥങ്ങളിലെയൊക്കെ വിഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെയൊക്കെ ഒരു സംസ്കാരത്തിലേക്കൊക്കെ അടിച്ച് കയറ്റപ്പെടുന്ന ഒരു സാംസ്കാരിക വിഷം കൂടിയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അപ്പോൾ ഈ പല സീരിയലുകളൊക്കെ ഇന്ന് കാണുമ്പോൾ അതൊരു എൻഡോസൾഫാനേക്കാൾ സമൂഹത്തിന് മാരകമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഭിപ്രായം ഞാൻ തുറന്നു പറയുകയും അത്തരം സീരിയലുകളിൽ അഭിനയിക്കില്ല എന്നൊരു നിലപാടും എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അത് ഈ പ്രമേയം എന്ന് പറയുന്നത് ഇപ്പം പല സീരിയലുകളുടെയും പ്രമേയം അമ്മായിയമ്മ പോര്, മരുമകൾ പോര്, ഇത് ശരിക്കും ഇത് കുടുംബ പ്രേക്ഷകരുടെ മുന്നിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അല്ല, ഒരു കല എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് കലാകാരൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അവനൊന്ന് അല്പമൊന്ന് പാളിപ്പോയാൽ ഇതൊരു സമൂഹത്തെ മുഴുവൻ അധപ്പതിപ്പിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ഇത് കൈയാളുന്ന ആൾക്കാർക്കുണ്ടാവുകയും അത്രയും ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ പല കലാസൃഷ്ടികളിലും കലയുടെ പേരിൽ വരുന്ന ഒരു വ്യാജ സൃഷ്ടികളായിട്ട് മാറുകയും അത് നമ്മുടെ ഭാഷയ്ക്ക്, സംസ്കാരത്തിന്, നമ്മുടെ പൈതൃകത്തിന്, നമ്മുടെ മൊത്തം ഒരു ജീവിതത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പല സീരിയലുകളും പോകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ഈ പ്രേക്ഷകർക്ക് വേണ്ടത് ഇതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഈ സംവിധായകർക്കുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് അല്ല, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, ഇത് ഒരുപാട് പ്രതിഭാധനന്മാരുടെ ഒരു മേഖലയാണ് ശരിക്കും നമ്മുടെ സീരിയൽ. നമ്മുടെ കലാരംഗമെല്ലാം അങ്ങനെയാണല്ലോ, ഒരുപാട് പ്രതിഭകളുണ്ട്. പക്ഷേ ഈ സീരിയലിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നത് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വില്ലൻ ഇവരുടെ പ്രതിഭയ്ക്ക് നേരെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകേണ്ടി വരുന്നു ഈ പ്രതിഭകൾ. അവരുടെ പ്രതിഭകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിൻ്റെ ഒരു ഒഴുക്കിലേക്ക് അവർ വരികയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധമമായ ചില സൃഷ്ടികൾ സൃഷ്ടിക്കാൻ അവർ അങ്ങ് നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ അത്തരം സീരിയലുകളിൽ അഭിനയിക്കാതിരിക്കുന്നത് പുതിയ തലമുറയോട് അല്ലെങ്കിൽ വരും തലമുറയോട് ഞാൻ ചെയ്യുന്നൊരു നന്മയായിട്ടാണ് ഈ അഭിനയിക്കാതിരിക്കുന്നത് ഞാൻ കാണുന്നത്. അല്ല, അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അത് താങ്കളുടെ ഒരു കലാജീവിതത്തിന് ദോഷം ചെയ്യില്ലേ? ആണ്. അല്ല, ഞാനങ്ങനെ ഒരു ജീവിതം വലിയ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല. ഇപ്പോൾ സിനിമയിലൊക്കെ ഇങ്ങനെ വന്നു, അതൊക്കെ ഞാനൊരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മൾ സിനിമയിൽ വലിയ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളല്ല. അതിനുവേണ്ടി ജീവിതത്തിൻ്റെ വലിയ വിജയങ്ങൾക്ക് വേണ്ടി കുറുക്ക് വഴികളൊന്നും ആലോചിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളൊന്നുമില്ല ഞാൻ. അപ്പോൾ ഇതൊക്കെ വരുന്നു. എങ്കിലും നമ്മുടെ ചില സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയും ഒരു ബാധ്യതയും ഉത്തരവാദിത്വം ഒക്കെ കലാകാരനുണ്ട് എന്നുള്ളതുകൊണ്ടാണത്. നമ്മൾ എല്ലാ അഴുക്കുകളിൽ കൂടെയും നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല.